ഇന്ന് ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റ് റിലേറ്റഡ് ആയിട്ട് കുറച്ചധികം കാലമായി ഫേസ്ബുക്കിൽ വരുന്ന കുറച്ച് പോസ്റ്റുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അതിലൊരുപാട് ചോദ്യങ്ങളുണ്ട്. ആൻഡ് മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ സംരംഭം ഇപ്പോൾ അത് അതിൻ്റെ ഒരു സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകളും കുറച്ചധികം കാലം. പക്ഷെ ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ കൂടി സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം വിസിബിലിറ്റി കിട്ടി. ഓൾ ബിക്കോസ് ഓഫ് യൂസഫ് അലി സർ. കൃത്യമായിട്ട് പറയണം, കാരണം ഞാൻ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു വാർത്തയായിരുന്നു എൻ്റെ മരണശേഷം 1 കോടി രൂപ വീതം എല്ലാ വർഷവും നിങ്ങളുടെ കയ്യിലെത്തും എന്നുള്ളൊരു പ്രഖ്യാപനം. ഓക്കെ, അത് യൂസഫ് അലി സർ ചെയ്തൊരു കാര്യമായിരുന്നു. അവിടെ ആ സ്റ്റേജിൽ വെച്ചിട്ട് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഗോപിനാഥ് മുതുകാടിന് 1 കോടി രൂപയും ആൻഡ് ആഫ്റ്റർ യൂസഫ് അലി സാറുടെ മരണശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു എമൗണ്ട് കൃത്യമായിട്ട് ആ ഒരു സ്ഥാപനത്തിന് ലഭിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള ഒരു പ്രഖ്യാപനം. അത് തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു മലയാളികളുടെ മുന്നിൽ മാജിക് പ്ലാനറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തൊരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ അതിനു മുമ്പും മറുനാടൻ മലയാളി സാജൻസ് കറി അടക്കം കുറേ പേര് മാജിക് പ്ലാനറ്റിൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. മജീഷ്യൻ മുതുകാട് തന്നെ അവരുടെ യൂട്യൂബ് ചാനൽ വഴി എന്താണ് മാജിക് പ്ലാനറ്റിനും തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണെന്നും ഒക്കെ കൃത്യമായി വിവരിച്ചുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവരുടെ ചാനലിൽ കയറിയ റെഫറൻസ് കിട്ടും ചെയ്യും. ഇല്ല, ഇതിന്റെ ഭാഗമായിട്ട് സ്നേഹം മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആണ്. ഈ കുട്ടികളും മാജിക്കും അതിനകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും നമുക്ക്. ഓക്കെ, ആദ്യം നമുക്ക് ആ യൂസഫ് അലി സാറിന്റെ വീഡിയോ കാണാം. ഇത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്ന് എളുപ്പമല്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആയതുകൊണ്ട് ഇത്ര നന്നായി വളരെ ക്ലീനായി ഹൈജീനിക്കായിട്ട് അദ്ദേഹം നോക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഗവൺമെൻറ് കണക്ക് പ്രകാരം 8 ലക്ഷം കുട്ടികളുണ്ട് എന്ന്, അതിൽ കൂടുതലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂടി കടമയാണ്. ആ മാതാപിതാക്കളുടെ മാത്രമല്ല, ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തിയുടെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി കടമയാണെന്ന് എല്ലാവരും ധരിച്ചു വെക്കണം. നമ്മൾക്കും ഈ കുട്ടികളോട് ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം. ഈ സ്ഥാപനത്തിന്, ഇത് കാസർഗോഡ്, അത് അവിടെ തുടങ്ങുമ്പോൾ അപ്പോൾ പറയാം, ഈ സ്ഥാപനത്തിന് എൻ്റെ വക. ഞാൻ വെറും പല സ്ഥലത്തും പലരും വരികയും പോവുകയും ചെയ്യുകയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഡിക്ലെയർ ചെയ്ത് പോവില്ല. ഞാൻ എന്ത് പറഞ്ഞോ അത് കൊടുത്തിട്ടേ പോവുള്ളൂ. ഈ സ്ഥാപനത്തിന് 1.5 കോടി രൂപ അദ്ദേഹത്തിന് എൻ്റെ വകയായി. കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഞാൻ എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു. എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിൽ കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും. 1 കോടി രൂപ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന്, ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ഈ ഒരൊറ്റ കാര്യം, ഓക്കെ, അതെ, ഈ ഒരൊറ്റ കാര്യമാണ് മലയാളികൾക്ക് കൂടുതലായിട്ട് മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ സംരംഭത്തിനെ കുറിച്ചിട്ട് കുറെ കൂടുതലായിട്ട് ആളുകൾ ചെക്ക് ചെയ്യാനുണ്ടായ ഒരു പ്രൈം റീസൺ ഇതാണ്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് കണ്ടു ഫേസ്ബുക്കിൽ. ഓക്കെ, ഒരു അക്കൗണ്ടിനകത്ത് ചിത്ര CR എന്നാണ് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് പേര്. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ മാജിക് പ്ലാനറ്റ് റിലേറ്റഡ് ആയിട്ട് ഇവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ റീസെന്റ് പോസ്റ്റാണ്. സ്നേഹം ഒന്ന് വായിക്കുക റീസെന്റ് പോസ്റ്റ്. 300 കുട്ടികളുടെ അച്ഛന്റെ പുതിയ ദത്തെടുക്കൽ തന്ത്രങ്ങൾ. പണ്ടൊക്കെ പിള്ളേരെ പിടുത്തക്കാർ എന്ന് കേട്ടിട്ടുണ്ട്, ഭിക്ഷാടന മാഫിയ. എന്നാൽ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ഒരു ഹൈടെക് പിള്ളേരെ പിടുത്തക്കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ള ഒരു സുവർണാവസരമാണ്. ഇവിടെ എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ടാർഗറ്റഡ് പോപ്പുലേഷൻ, ഹൈലി ടാലന്റഡ്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ. കുട്ടികളുടെ വീഡിയോകൾ പരിശോധിച്ച് വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തിലും താങ്കൾ ട്രെയിൻ ചെയ്തെടുത്ത അനാഥരാണെന്ന് പ്രചരിപ്പിച്ച് പെർഫോമൻസ് തരപ്പെടുത്തി പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ആൾക്കാരിൽ സിമ്പതി ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രകടമായ ഡിസബിലിറ്റിയുള്ള കുട്ടിക്ക് സെലക്ഷൻ നൽകുന്നു.
നിങ്ങളുടെ മക്കളുടെ വൈകല്യത്തെ വിൽക്കുന്നു എന്ന് മനസ്സിലായാലും ഞങ്ങളുടെ മുതുകാട് സാർ ദൈവത്തിന്റെ അവതാരമാണെന്ന് ഒരു മടിയും കൂടാതെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസംഗിക്കാനുള്ള തൊലിക്കട്ടിയും കൂടി ഉള്ള അമ്മമാരുള്ള ഭിന്നശേഷി കുട്ടികളാണെങ്കിൽ പ്രിഫറൻസ് ഉറപ്പാണ്. ഡിഫറൻറ്റ് ആർട്ട് സെന്റർ ഭിന്നശേഷിക്കാർക്ക് അവരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടത്തപ്പെടുന്ന സ്ഥാപനം എന്നാണല്ലോ പറയപ്പെടുന്നത്. ഏതൊരു നല്ല സ്ഥാപനത്തിലും അവരുടെ മേന്മ ഉയർത്തി കാട്ടുന്നത് ആദ്യം തന്നെ അവരുടെ വെൽ ക്വാളിഫൈഡ് സ്റ്റാഫിന്റെ ലിസ്റ്റാണ്. ഇവിടെ 300 കുട്ടികൾക്ക് 2 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. അതിന് ഗോപിനാഥ് മുതുകാടിന്റെ ഒരു മറുപടി ഉണ്ട്. അതായത് DAC ഒരു എഡ്യൂക്കേഷൻ ഗ്രാന്റ് ഗവൺമെന്റിൽ നിന്ന് സ്വീകരിക്കുന്നത് അതുകൊണ്ട് യോഗ്യതയുള്ള സ്റ്റാഫിനെ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. എഡ്യൂക്കേഷൻ ഗ്രാന്റ് വാങ്ങുന്നോ ഇല്ലയോ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പാരന്റ്സിന് നല്ല ധാരണയുണ്ട്, അതിന് തെളിവുമുണ്ട്. അപ്പോൾ ഈ പരസ്യത്തിൽ വീണു പോകുന്ന പാരന്റ്സിന് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ മുതുകാട് വിശദീകരിക്കാത്ത ഇന്റർനാഷണൽ സൗകര്യങ്ങളും കൂടി ഈ പരസ്യത്തിൽ ചേർക്കുകയാണ്. ആദ്യമായി ഓഡീഷൻ എത്തുന്നവർക്ക് VIP ട്രീറ്റ്മെന്റ്, കഴിക്കാൻ അവിടെ നിലവിലുള്ള കുട്ടികളെ കാണിച്ച് പിരിച്ച് കാശ്, ബക്കറ്റ് പിരിവിന് തുല്യം, സെലിബ്രേറ്റ് നടത്തുന്ന പിരിവായതുകൊണ്ട് പേര് ചാരിറ്റി ഫണ്ട്, ഉപയോഗിച്ച് വിപുലമായ ഭക്ഷണം. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തു തന്നെയുള്ള മുറികളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ അവിടെ ചേർന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന VIP ഭക്ഷണത്തിന്റെ നേർക്കാഴ്ച അവിടെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുള്ള അവസരമാണ്. അതായത് നിങ്ങൾക്ക് അവിടെയുള്ള കുട്ടികളെ കാട്ടി വാങ്ങിയെടുത്ത കാശിന് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുമ്പോൾ തൊട്ടടുത്ത് തന്നെ മുന്നേ അവിടെയുള്ള കുട്ടികൾ സാമ്പാറും റേഷൻ ചോറും ആയിരിക്കും കഴിക്കുന്നത്. പിന്നെ നിങ്ങളുടെ കുട്ടികളെ എടുക്കുകയും ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങളും ഉണ്ടാകും. അതിന്റെ ധാരാളം വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുക്കുകയും ചെയ്യും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്നേഹം കൊണ്ടോ ആത്മാർത്ഥത കൊണ്ടോ അല്ല എന്നതാണ് സത്യം. പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയും വാരി പുറഞ്ഞുകയും ചെയ്യുന്ന മുതുകാട് ക്യാമറ കണ്ണുകളും കാഴ്ചകരും ഇല്ലാത്ത അവസരത്തിൽ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്തിരുന്ന അതേ കുട്ടിയുടെ കൈ തട്ടി എറിഞ്ഞു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കാഴ്ച നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പിന്നെ അവിടെ അവസാനം മാന്ത്രികന്റെ ഒരു പ്രസംഗം ഉണ്ടാകും. അതിൽ എടുത്തു പറയുന്ന ഒരു വാചകമുണ്ട്: ഗവൺമെന്റിൽ നിന്നും 1 രൂപ പോലും സഹായം ലഭിക്കാതെ മുതുകാടിന്റെ സ്വന്തം അധ്വാനവും സ്വന്തം സമ്പാദ്യവുമാണ് ഈ സ്ഥാപനത്തിൽ നിലനിർത്തുന്നതെന്ന്. എന്നാൽ ഇത് അസത്യമായ ഒരു പ്രസംഗമാണ്. വിവരാവകാശ രേഖ പ്രകാരം ഗവൺമെന്റിൽ നിന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതി ഇല്ലാതെ തന്നെ 1,75,00,000 കൈപ്പറ്റി കഴിയുകയും ഈ നടപ്പ് വർഷം 75 ലക്ഷം രൂപ അനുവദിച്ചു വച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഇത് കൂടാതെ സാംസ്കാരിക വകുപ്പിൽ നിന്നും 2 കോടിയിൽ പരം രൂപ ഇതുവരെ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതിനു പുറമെ പുറം രാജ്യങ്ങളിൽ നിന്നും കുട്ടികളുടെ പെർഫോമൻസ് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കാശുകൊണ്ട് അവർ അനാഥരാണെന്നും രക്ഷാകർത്താക്കൾ തള്ളിക്കളഞ്ഞവരാണെന്നും അവരെ സംരക്ഷിക്കാൻ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നും പറഞ്ഞു ഫലിപ്പിച്ച് ഗവൺമെന്റിൽ നിന്നും വാങ്ങിയതിന്റെ 500 ഇരട്ടി വലിയ തുക കൈക്കലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സമ്പാദിച്ച രൂപ വഴി പൂജപ്പുര കാട്ടുറോഡിലും മറ്റു വില കൂടിയ വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ഒരു കരക്കമ്പിയുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്കായി ഗവൺമെന്റിൽ നിന്നും അനുവദിക്കുന്ന ഈ തുക ഇന്ന് കേവലം വളരെ ചെറിയ ശതമാനം വരുന്ന വലിയ കഴിവുകളുള്ള ഭിന്നശേഷി കുട്ടികൾക്കായി മാത്രം ഉപയോഗപ്പെടുന്ന വിവേചനവും അനീതിയും തന്നെയാണ്. അതിനർത്ഥം കഴിവുകളില്ലാത്ത പരാശ്രയത്തോട് മാത്രം ജീവിക്കാൻ കഴിയുന്ന വലിയൊരു വിഭാഗം ഭിന്നശേഷി കുട്ടികൾക്ക് ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യവും ലഭിക്കാൻ അർഹതയില്ല എന്നാണോ? ഇന്ന് നിരാമയ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കാൻ പോലും ഗവൺമെന്റിന്റെ സഹായം ഇല്ല എന്നിരിക്കെ ഇത്രയും ഭീമമായ തുക ഈ സ്ഥാപനത്തിലേക്ക് ഒഴുകുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ കിട്ടുന്ന ഒരു സാമ്പത്തികവും അവിടെ പഠിക്കുന്ന ഒരു കുട്ടികൾക്കും അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൽ നടക്കുന്ന തിന്മകളും അനീതികളും കണ്ടെത്തി അതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന മുൻനിര മാധ്യമങ്ങൾ പോലും ഈ ചൂഷണങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ കൈകോർക്കുന്നു എന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. സെലിബ്രിറ്റിയിൽ വിശ്വസിച്ച് ഇതിൽ പെട്ടുപോകുന്ന രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്: ഇന്ന് നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ കാലം അത് നിങ്ങൾക്ക് തെളിയിച്ചു തരും. അനുഭവമാണല്ലോ വലിയ ഗുരു. ഭിന്നശേഷി മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രീ ഡിഗ്രിയും ഗുസ്തിയും മാത്രമുള്ള ഈ വ്യക്തിയെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് വിശ്വാസത്തോടെ ഇത്രയും തുക ഏൽപ്പിക്കുന്നത്? ഈ പൈസയുടെ വിനിയോഗത്തിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടോ? അതോ ഭിന്നശേഷിക്കാർക്ക് നിരാമയ ഇൻഷുറൻസിന് പോലും ഫണ്ടില്ലാത്ത അവസ്ഥയിൽ സെലിബ്രിറ്റിയായ മുതുകാടിന് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഈ ഫണ്ട് നൽകിയിരിക്കുന്നത്? പുതിയതായി ഈ പരസ്യം കണ്ട് അവിടെ ചേർന്ന് ഭിന്നശേഷി കുട്ടികളോടും മാതാപിതാക്കളോടും തീരുമാനം നിങ്ങളുടേതാണ്. അനുഭവം കൊണ്ട് മനസ്സിലാക്കിയത് പറയേണ്ടത് എന്റെ കടമയും. സീരിയസ് അലിഗേഷൻ, വളരെ സീരിയസ് അലിഗേഷൻ. അതെ, അതായത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു അലിഗേഷൻ ആണ്. കണ്ടു എന്ന രീതിയിലാണ് പുള്ളി പറയുന്നത്. അവിടെ ഓൾറെഡി 5 വർഷമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത്. അതെ, അതിന്റെ ഒരു പോസ്റ്റ്, ഇവരുടെ ഒരു ഫസ്റ്റ് പോസ്റ്റ് എനിക്ക് കിട്ടുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. അന്ന് പക്ഷെ ആ പോസ്റ്റ് ഞാൻ അത്ര കാരണം ഞാൻ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോ നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും നോർമൽ ഓഡിയൻസ് എന്നുള്ള നിലയ്ക്കാണ് ചില വീഡിയോസ് കാണാറ്. കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ സാഡ്, അല്ലെങ്കിൽ നല്ലത്, സന്തോഷം ചെയ്യുന്നുണ്ടല്ലോ, ആ രീതിക്കാണ് നമ്മൾ കാണുന്നത്. അബദ്ധമല്ല സ്നേഹ, ഞാൻ ആസ് എൻ ഓഡിയൻ ചില വീഡിയോ കാണുമ്പോ ഞാൻ അതൊന്ന് ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ വെറും പ്രേക്ഷകനായിട്ടാണ് കാണാറ്. നമ്മൾ കാണുമ്പോ ഇതാണ് സത്യം വിചാരിക്കും. അല്ല, സത്യം എന്ന് മാത്രല്ല, ഇപ്പൊ ഈ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള ഒരു മെജീഷ്യൻ പ്രൊഫഷൻ ആയിട്ടുള്ള ഒരാള്, മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടുള്ള ഒരാളെ ഇറങ്ങി വന്ന്
അയാളുടെ ലൈഫിൽ അയാൾ കണ്ട കുറേ കാര്യങ്ങളിൽ നിന്ന് ഈ കുട്ടികളും കുട്ടികളുടെ പാരൻസും അനുഭവിക്കുന്ന അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ലൈഫിൽ ഒരു ചേഞ്ച് വന്ന് എനിക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, പ്രൊജക്റ്റ് തുടങ്ങണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തും കാസർഗോഡും ഒക്കെ പ്രൊജക്റ്റ് തുടങ്ങാൻ നടക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി അതിനെക്കുറിച്ച് ഘോരഘോരമായി സംസാരിക്കുന്നു, കരയുന്നു, സങ്കടപ്പെടുന്നു. പക്ഷെ ഞാൻ അതിലൊന്നുമില്ല, ഞാനതൊന്നും നോക്കുന്നില്ല. ഞാൻ നോക്കിയത് എന്താ, ആ വ്യക്തി കാരണം ഇനിയിപ്പോൾ അയാൾക്ക് ബെനിഫിറ്റഡ് ആണെങ്കിൽ പോലും കുറച്ച് കുട്ടികളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ട് അത് സാധിക്കില്ല. ഒരു ഇൻസ്പിറേഷൻ ഇല്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉപകാരമുള്ള രീതിയിൽ ഒരു സംഗതി ആയതുകൊണ്ട് ഇപ്പൊ നമ്മളത് ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓഡിറ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദിസ് ഈസ് എ സീരിയസ് അലിഗേഷൻ. ബിക്കോസ് ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾക്ക് പ്രൂഫ് ഞാനിവിടെ സൈഡിൽ അതേ പോസ്റ്റിൻ്റെ ഒപ്പം വന്നത് വെക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഗവൺമെന്റ് ഓഡിറ്റിംഗ് എന്തുകൊണ്ട് നടക്കുന്നില്ല? ദാറ്റ്സ് എ വാലിഡ് ക്വസ്റ്റ്യൻ അല്ലേ? പിന്നെ 8 ലക്ഷത്തിൽ കൂടുതൽ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ ഈ നാട്ടിലുള്ളപ്പോൾ ഒരു ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ വേണ്ടി മാത്രം സർക്കാർ എന്തിന് ഫണ്ട് ചെയ്യുന്നു? അങ്ങനെ കുറെ ചോദ്യങ്ങൾ അതിനകത്തുള്ള ബാക്കി വേറൊരു പോസ്റ്റ് കൂടി, ഈ പോസ്റ്റ് കൂടി വായിച്ചാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പോസ്റ്റും കൂടി സ്നേഹം ഒന്ന് വായിക്കണം. കാരണം ആ പോസ്റ്റ് ഇല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകും. അതായത് ഈ ചിത്ര CR എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ടിനകത്ത് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഇതായിരുന്നു. ഓക്കെ, അത് വായിക്കാതെ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകാൻ ചാൻസ് കാണുന്നില്ല. അതുകൊണ്ട് അത് സ്നേഹം ഒന്ന് വായിച്ചോ. മുതുകാടിന്റെ ഭിന്നശേഷി മേഖലയെ കുറിച്ചുള്ള തട്ടിപ്പിനെ കുറിച്ചുള്ള പോസ്റ്റ് കണ്ട് ഒരുപാട് ആളുകൾ മെസ്സഞ്ചറിലും വാട്സപ്പിലും വന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. മുതുകാടിന്റെ തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായി എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട ചിത്ര CR ആണ്. മുതുകാടിന്റെ സ്ഥാപനത്തിൽ 5 വർഷം ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ ചിത്ര പറയുന്ന യാഥാർത്ഥ്യങ്ങൾ വായിക്കുമല്ലോ. ഞാൻ തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റിലെ ഡിഫറെന്റ് ആർട്ട് സെന്ററിൽ 5 വർഷം പോയ കുട്ടിയുടെ അമ്മയാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് നടത്തുന്ന ഈ സ്ഥാപനം ഭിന്നശേഷി സൗഹൃദ കേരളത്തിന്റെ കാഴ്ചപ്പാടിന് വിപരീതമാണ്. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ബുദ്ധനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പോസ്റ്റ് കണ്ടു. ഭിന്നശേഷി കുട്ടികളെ ദുരുപയോഗം ചെയ്തു ധനസമ്പാദ്യം നടത്തി അനീതി ചെയ്യുന്ന നിങ്ങൾ നല്ല ഹൃദയമുള്ള ബുദ്ധന് സമാനമായ ആളെന്നോ അവിടുത്തെ അനീതികൾ അനുഭവിച്ച് പറയുമ്പോൾ അവർ വിഷം നിറഞ്ഞ ഹൃദയമുള്ളവർ എന്നുമുള്ള വിമർശനം തീർത്തും അപഹാസ്യമാണ്. ബുദ്ധന്റെ മൗനം നിങ്ങളുടെ മൗനവുമായി താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? ഫേസ്ബുക്കിൽ ഞാൻ ഇടുന്ന പോസ്റ്റുകൾക്ക് ഒരു എതിർ കമന്റ് വന്നാൽ അതിന് ഞാൻ റിപ്ലൈ കൊടുക്കും. നമ്മൾ ശരിയാണെങ്കിൽ നമുക്ക് ആരെയും ഉദ്ധരിച്ച് മറുപടി കൊടുക്കേണ്ടി വരില്ല. നിങ്ങളുടെ പോസ്റ്റുകൾക്ക് എത്രയോ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിനൊന്നും മറുപടി കൊടുക്കാനുള്ള അർഹത ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ IT ടീമിനെയും വെച്ച് ഫിൽറ്റർ ചെയ്ത് രക്ഷപ്പെട്ടുകൊണ്ട് ഈ മാലോകരെ എല്ലാം പറ്റിക്കുന്നു, അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ കഥ പറഞ്ഞു ആളെ പറ്റിക്കുന്നത് നിർത്തിയിട്ടും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രവർത്തനം കാണിച്ച് വളർന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ മറുപടി തരൂ. ചോദ്യം 1. DACയിൽ പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞ തെറാപ്പി സെന്ററിൽ നിങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തെറാപ്പി കൊടുത്തതിനു ശേഷം ബാക്കി ധാരാളം സമയമുള്ളതിനാൽ പുറത്തുള്ള ഓട്ടിസം കുട്ടികൾക്ക് തെറാപ്പി ഫ്രീ ആയി നൽകുന്നെന്ന് ഒരു പത്രവാർത്ത ചെയ്തിരുന്നല്ലോ. അതിലൂടെ അസസ്മെന്റ് എന്ന വ്യാജേന കുട്ടികളുടെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വളരെ കോൺഫിഡൻഷ്യൽ ആണെന്ന് കരുതപ്പെടുന്ന രേഖകൾ കളക്ട് ചെയ്തിട്ട് അവർക്ക് പിന്നെ തെറാപ്പി നൽകാതെ ഈ രേഖകൾ നിങ്ങൾ എന്തിനുപയോഗിക്കുന്നു? ചോദ്യം 2. അസസ്മെന്റിന് വന്ന സിവിയർ ആയ ഓട്ടിസ്റ്റിക് കുട്ടികളെ മണിക്കൂറുകളോളം നിങ്ങളുടെ തെറാപ്പി സെന്ററിൽ കാത്തിരിക്കേണ്ടി വരികയും മണിക്കൂറുകളോളം നീണ്ട ഈ കാത്തിരിപ്പ് സമയത്ത് അസ്വസ്ഥരായ കുട്ടികളെ ശാന്തരാക്കാൻ പാടുപെട്ട പാരന്റ്സ് അസഹനീയമായ കാത്തിരിപ്പിന്റെ കാരണം ചോദ്യം ചെയ്തപ്പോൾ അവരെ അപമാനിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ചോദ്യം 3. ഇതുപോലെ DACയിൽ ചേർക്കാനായി നടത്തിയ ഓഡിഷൻ പ്രോഗ്രാമിലും സമ്മോഹൻ എന്ന പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിലേക്കും വേണ്ടി 10,000-ഓളം അപേക്ഷകൾ വന്നതിൽ നിന്നും ആധാർ കാർഡ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ റിപ്പോർട്ടുകൾ നിങ്ങളുടെ ബ്രോഷറിൽ വ്യക്തമായി ആവശ്യപ്പെട്ടിരുന്നു ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. ആധാർ കാർഡും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും വാങ്ങുന്നത് ഇതിൽ മനസ്സിലാക്കാം. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ ആവശ്യം എന്തായിരുന്നു? ഭിന്നശേഷി കുട്ടികളുടെ ഡാറ്റ വിദേശത്ത് നിങ്ങൾ വിറ്റ് കാശാക്കിയോ? ചോദ്യം 4. നിങ്ങൾ ഭിന്നശേഷി കുട്ടികളോട് സഹാനുഭൂതിയുള്ള സുമനസ്സുകളുടെയും അവിടെ സന്ദർശിക്കുന്ന VIP-കളെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും തെറാപ്പി സെന്റർ ഒരു ബൃഹത് സംരംഭം ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നാൽ അവിടെയുള്ള കുട്ടികൾക്കോ പുറത്തു നിന്ന് വിളിച്ചു വരുത്തി അസസ്മെന്റ് എടുത്ത കുട്ടികൾക്കോ കൃത്യമായി തെറാപ്പി കൊടുക്കാത്തതിന് കാരണം എന്താണ്? ചോദ്യം 5. ഇത്രയും കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കുന്നെന്ന് പറഞ്ഞ പബ്ലിക്കിൽ നിന്നും പിരിച്ചെടുത്ത ക്യാഷ് തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വക മാറ്റി ചിലവാക്കുന്നത് എന്തുകൊണ്ട്? ചോദ്യം 6. ഈ ഫണ്ട് ദുരുപയോഗം ചെയ്തു പഠനത്തിനെന്ന വ്യാജേന വിദേശ യാത്രകൾ നടത്തി ഈ 300 കുട്ടികളും പാരന്റ്സും നിങ്ങളുടെ സംരക്ഷണത്തിലാണെന്ന കള്ളം പറഞ്ഞ് തലയൊന്നിന് വില ഉറപ്പിച്ച് ഫണ്ട് വാങ്ങുന്നു. ഈ ക്യാഷിന്റെ കണക്ക് ഏത് അക്കൗണ്ടിലാണ് കൊള്ളിക്കുന്നത്? ഉപചോദ്യം A. 6. 300 കുട്ടികളെയും പാരന്റ്സിനെയും താങ്കളാണ് സംരക്ഷിക്കുന്നതെന്ന് കള്ളം പറഞ്ഞ് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? ഇത് പറയുന്നതിന് അടിസ്ഥാനം വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് 2,000 രൂപ മാസത്തിൽ അലോവൻസ് ആയി കൊടുക്കുന്നത്. കുട്ടികളുടെ ബാങ്ക് പാസ്ബുക്ക് അതിന്റെ തെളിവാകുന്നു.
ചോദ്യം ബി. 300 കുട്ടികളെ താങ്കൾ 3 പ്രാവശ്യമായി എടുക്കുകയും അതിൽ നിന്നും താങ്കളുടെ സ്ഥാപനത്തിൽ ട്രെയിനിങ്ങിനൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ചോദ്യം ചെയ്തപ്പോൾ എനിക്കോ എന്റെ കുടുംബത്തിലെ ആർക്കുമോ ഇത്തരത്തിൽ ഭിന്നശേഷികൾ കുട്ടികൾ ഇല്ലെന്നും ഇവിടെ എന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടത്തുമെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഔദാര്യമാണെന്നും പറയുകയും ചെയ്യുന്നു. ഇതുപോലുള്ള താങ്കളുടെ ധാർഷ്ട്യത്തോടുള്ള മറുപടികളിൽ മനംനൊന്ന് 150-ൽ പരം കുട്ടികളും പാരന്റ്സും മാറിപ്പോയി. എന്നിട്ടും പൊതുജനത്തെയും ഗവൺമെന്റുകളെയും 300 കുട്ടികൾ ഇപ്പോഴും ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? ഇത് താങ്കളുടെയോ താങ്കളുടെ കുടുംബക്കാരുടെയോ സ്വത്ത് കൊണ്ടുണ്ടായ സ്ഥാപനമല്ല. ഇത് സർക്കാരിന്റെയും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി മാറ്റിവെക്കപ്പെട്ട ഫണ്ടുകൾ, സ്വമനസ്സുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടിന്റെയും സാമ്പത്തിക ശക്തിയാൽ നിർമ്മിച്ച സ്ഥാപനമാണെന്ന് താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു. ചോദ്യം 6. കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെ ജന്മന കഴിവ് തെളിയിച്ച കുട്ടികളെ തിരഞ്ഞെടുത്ത് പെർഫോം ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ താങ്കൾ കഴിവുണ്ടെന്ന് കണ്ടെത്തിയ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് മുൻനിരയിലേക്ക് കൊണ്ടുവരാത്തത് എന്തുകൊണ്ട്? ചോദ്യം 7. ഇത്തരം കുട്ടികൾക്ക് 300 കുട്ടികളുടെ റേഷ്യോ അനുസരിച്ച് ഓരോ സെക്ഷനിലും RCA രജിസ്ട്രേഷനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ നിയമിക്കാത്തത് എന്തുകൊണ്ട്? ചോദ്യം 9. ഓട്ടിസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ലോകം മുഴുവൻ ഓട്ടിസം പഠിക്കാൻ നടക്കുകയും ചെയ്യുന്ന തങ്ങളുടെ സ്ഥാപനത്തിൽ ഓട്ടിസം കുട്ടികളുടെ ട്രെയിനിങ് നൽകാൻ ഓട്ടിസത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് RCA രജിസ്ട്രേഷനുള്ള എത്ര അധ്യാപകരുണ്ട്? ചോദ്യം 10. ജന്മന കഴിവുള്ള കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയി ഷോ നടത്തുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപ സമാഹരിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരം കുട്ടികൾക്ക് 2000 രൂപ മാസം അലവൻസ് അല്ലാതെ എന്തെങ്കിലും റിമ്യൂണറൈസേഷൻ കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ രേഖ പുറത്ത് കാണിക്കാമോ? എന്ത് തൊഴിലെടുത്താലും ജോലിക്ക് അനുയോജ്യമായ സാലറി കൊടുക്കണമെന്നിരിക്കെ ഈ ഭിന്നശേഷി മക്കൾക്ക് അത് എന്തുകൊണ്ട് നിഷേധിക്കുന്നു? കൊറോണ സമയത്ത് സാമ്പത്തികമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈവായി നടത്തിയ സിംഗപ്പൂർ പ്രോഗ്രാമിലെ സ്ക്രീനിൽ അവിടെ റേസ് ആയ ഫണ്ടിന്റെ കണക്ക് അവിടെ ഉണ്ടായിരുന്ന പാരന്റ്സ് കണ്ടതാണ്. പിന്നെ ഒരിക്കലും നമ്മളെ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുപ്പിച്ചിട്ടില്ല. ചോദ്യങ്ങൾ തുടരും. NB. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തിത്വങ്ങളുടെ മഹത്വചനങ്ങളെ കൂട്ടുപിടിച്ച് അവ്യക്തമായ മറുപടി തരാതെ കൃത്യവും വ്യക്തവുമായ ഉത്തരം തരാൻ സാധിക്കുമോ? ഈ മഹത് വ്യക്തികളൊന്നും ഇങ്ങനെ സമൂഹത്തിലെ ഒരു പാരസൈറ്റായി ജീവിക്കുന്നു പോയവരെല്ലാം കൂടി ഓർമ്മിച്ചു കൊള്ളുന്നു. സീരിയസ് അലിഗേഷൻസ് ആണ്, സീരിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് എന്റെ അറിവിൽ ഞാൻ നടത്തിയൊരു എന്താ പറയാ ബേസിക് സെർച്ചിനകത്ത് എവിടെയും ഗോപിനാഥ് മുതുകാട് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒരു ആൻസർ നൽകി ഞാൻ കണ്ടില്ല. അപ്പൊ ഈ പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ മൂപ്പര് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ ആളുകളുടെ ഉദ്ധരിച്ച് അങ്ങനെ സംസാരിച്ചിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് പറഞ്ഞിട്ട് പോവാറാണ് പതിവ്. ഒരു ചാനലിന് കൊടുത്ത ഒരു ബൈറ്റിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പൊ ഗോപിനാഥ് മുതുകാട് കൊടുത്ത റിപ്ലൈ കേട്ടോട്ടോ, അതൊരു ഫോൺ കോൾ ആണ്. ഞാൻ എന്ത് പ്രതികരിക്കാനൊക്കെ എല്ലാം വളരെ ക്ലീൻ ആയിട്ട് എല്ലാം നടക്കുന്ന ഒന്നും നോക്കിയാൽ മതിയല്ലേ. നമ്മളിത് എങ്ങനെ തുടങ്ങി, എങ്ങനെ നടത്തുന്നു, എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതെല്ലാം ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്കും ഇവിടെയുള്ള പാരന്റ്സിനും എല്ലാം ക്ലീൻ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇത് നടക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്നും ചിന്തകളിൽ പോലും കടന്നു പോകാത്തൊരു കാര്യങ്ങളാണ് അവർക്ക്. അവരുടെ മോനെ പിന്നെ എന്താ പറയാ, നമ്മൾ ഡൽഹിയിൽ പ്രോഗ്രാമിൽ പോയ സമയത്ത് ഡൽഹി രാഷ്ട്രപതിയെ കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ 20 പേർക്ക് പോകാൻ പറ്റിയിരുന്നു. അപ്പൊ അവനെ ഉൾപ്പെടുത്താൻ അതിന് പറ്റിയില്ല. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ട് ദേശം വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അവർക്ക് അമേരിക്കയിലെ ജോലി കിട്ടിയവർ പോയി. സ്വാഭാവികമായിട്ട് അവർ എന്തൊക്കെ പറയുന്നു എന്നല്ലാതെ അവർക്ക് ഇവിടുത്തെ പാരന്റ്സിനോട് ചോദിച്ചാൽ അറിയാം. ഇവിടെ നമ്മളുള്ള നേട്ടം കുട്ടികൾക്ക് കൊടുക്കുന്ന കെയർ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ ഒരു ഫാമിലിന്റെ കയ്യിൽ നിന്ന് 1 രൂപ നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല. ഇവിടെ നോക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടില്ല. നേരെ മറിച്ച് എല്ലാ മാസവും ഈ കുട്ടികൾക്ക് നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട് അവരുടെ അക്കൗണ്ടിൽ. എല്ലാം അക്കൗണ്ട് വഴിയാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ത്രൂ അക്കൗണ്ടാണ്. കംപ്ലീറ്റ് ഭക്ഷണം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. പാരന്റ്സിന്റെ കുട്ടികളുടെയും പാരന്റ്സിന്റെയും കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെയും കൊടുക്കുന്നുണ്ട്. കരിസ്മ എന്ന് പറയുന്ന സെന്റർ ഉണ്ട്. അവർക്ക് തന്നെ സെപ്പറേറ്റ് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതിലൂടെ അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇവിടെ. ഇവര് ഇങ്ങനൊരു പ്രശ്നം മകന്റെ നമ്മൾ ആലോചിച്ച രാഷ്ട്രപതി ഭവന്റെ നമുക്ക് കൊടുക്കണം, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കുറച്ച് പ്രോട്ടോകോൾ നിയമങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്റെ മോനെ പോലും ഞാൻ കൊണ്ടുപോയിട്ടില്ല. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോ അവന് അന്ന് ഉൾപ്പെടുത്താൻ പറ്റാതെ അവിടെയാണ് അവർക്ക് ദേഷ്യം തുടങ്ങിയത് എന്നാണ് എന്റെ തോന്നൽ കേട്ടോ. നമ്മൾ നമ്മുടെ എല്ലാ മക്കളതിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളോടുള്ള അല്ലാതെ ഇവിടുത്തെ 1 രൂപ പോലും എല്ലാം അക്കൗണ്ടബിൾ ആണ്. എല്ലാം ക്ലീൻ ആയിട്ട് ത്രൂ അക്കൗണ്ട് വഴിയാണ് സ്വീകരിക്കുന്നത്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. സൊസൈറ്റി 26 years ബാക്ക് മലയാറ്റൂരാണ് പക്ഷേ സാർ രജിസ്റ്റർ ചെയ്തതാണ്. അതിന് 12 രജിസ്ട്രേഷനും 80 എക്സ്റ്റൻഷനും FCRയും ഒക്കെയുള്ള ഒരു ഫേമാണ്. അതെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുകയും എല്ലാം ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ശരിയല്ല, എല്ലാത്തിനും സാർ തള്ളിക്കളയാണ്. തീർച്ചയായും വ്യക്തിപരമായിട്ട് ഒരു പാരന്റിന് മുതുകാടിനോട് വന്ന ദേഷ്യമാണ്, എന്തോ ഒരു ഷോക്ക് കൊണ്ടുപോകാത്തതിൽ വന്ന ദേഷ്യത്തിലാണ് ഇത്രയും പോസ്റ്റുകൾ പബ്ലിക്കായിട്ട് ഇടുന്നതെന്ന് പറയുമ്പോൾ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, 1 question. ഇത്രയും പബ്ലിക്കായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പുണ്യപ്രവൃത്തി, ഓക്കെ, അങ്ങനെയാണ് ആളുകളത് കാണുന്നത്. സോ ആ ഒരു ചാരിറ്റിക്ക് ഇത്രത്തോളം ഒരാള് അലിഗേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഡിഫമേഷനെങ്കിലും ഫയൽ ചെയ്യണ്ടേ?
അതെ അതെ സിംഗിൾ ഡിഫമേഷൻ ആ വ്യക്തിക്കെതിരെ വേണ്ടേ? അതെ, ആ പാരന്റിനെതിരെ. അത് ആരാണോ ചെയ്യുന്നത് അവരുടെ മോട്ടീവ് ഇതാണ്, അവർ ഇന്ന കാര്യം കൊണ്ട് ചെയ്യുന്നു, ഞങ്ങളെല്ലാം ക്ലീൻ ആൻഡ് ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഞങ്ങൾ, നിങ്ങളെ ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾക്കൊരു ഡിഫമേഷനെങ്കിലും ആ വ്യക്തിക്കെതിരെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നവരിപ്പോൾ ഭയങ്കര ഒരുപാട് പേര് ഇപ്പോൾ റീഷെയർ ചെയ്ത് ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് മറ്റേ വിവരാവകാശം വെച്ചിട്ട് ഒരുപാട് രേഖകൾ ഇവർ കൊണ്ടുവരുന്നുണ്ട്. സോ നമുക്ക് വായിക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നു, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. വരുമ്പോ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുതുകാടിനോടുള്ള സംശയമോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഉള്ള സംശയമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുമ്പോൾ അതിനോടുള്ള ഒരു അതൊന്നും അല്ല നമുക്ക്. നമുക്ക് എനിക്ക് ഇത്രയും പോസ്റ്റ് കണ്ടപ്പോഴും ഇത് റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചപ്പോഴും എനിക്ക് തോന്നിയൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ഓബിയസ്ലി ചാരിറ്റി എന്നുള്ള പേരിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരെണ്ണമായി പോവരുതേ ഇത് എന്നുള്ളത് ഒരു കൺസേൺ, അത്രേ ഉള്ളൂ നമുക്ക്. ഓക്കെ, സോ ഐ തിങ്ക് നല്ല രീതിയിലാണെങ്കിൽ നമുക്കും നല്ല സന്തോഷം. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെ അതെ, ഇനി ഭാവിയിൽ ചെയ്യാൻ പറ്റിയ നമ്മളൊക്കെ ഭാഗമാവാൻ റെഡിയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത്. സോ എനിത്തിങ് ലൈക്ക് ഇതിനൊക്കെ ഇത്രയും വരുന്ന കോൺട്രവേഴ്സീസും ക്വസ്റ്റ്യൻസിനും ഇഫ് യു ക്യാൻ ഗിവ് എ പ്രോപ്പർ ആൻസർ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ് അല്ലേ, അത്രേ പറയാനുള്ളൂ. ബിക്കോസ് മുതുകാട് സാർ മാത്രമല്ല, യൂസഫ് അലി, അങ്ങനെ പല പല പേരുകളും ഇതിനായിട്ട് അസോസിയേറ്റ് ആവുന്നുണ്ട്. സോ എവ്രി നെയിം വിൽ കം അണ്ടർ വൺ ക്വസ്റ്റ്യൻ മാർക്ക്. അതാണ് പ്രശ്നം ഇവിടെ. ഓക്കെ, ചാരിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, ചോദ്യങ്ങൾ ഒരുപാട് വരും, ഒബ്സ്റ്റക്കിൾസ് ഒരുപാട് ചാടി കിടക്കേണ്ടി വരും. സോ ബെറ്റർ പബ്ലിക്കായിട്ട് നിൽക്കുന്നതല്ലേ, പബ്ലിക്കായിട്ട് ക്ലിയർ ചെയ്ത് പോവാം. ഇവര് ചിലപ്പോ വിചാരിക്കണ്ടാവും എന്തിനാ എല്ലാത്തിനും ഉത്തരം കൊടുക്കണം. ഇല്ല, ഇത് ഇങ്ങനെ സീരിയസ് അലിഗേഷൻസിന് അതോ അവര് എന്ന രീതിയിൽ ഉത്തരം പറയാ. പക്ഷെ അങ്ങനെയല്ല, ചില കാര്യങ്ങൾക്ക് ഓക്കെ സൈലൻസ് ബെറ്റർ ആണ്, ചില കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റും.